ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയർലെസ് മോഡൽ പ്രിൻ്റർ മൊബൈലുമായി കണക്റ്റ് ചെയ്ത് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത് എന്നാണ്. HP-യുടെ ലേസർജെറ്റ് പ്രോ M102W മോഡൽ പ്രിൻ്ററാണ് ഈ വീഡിയോയിൽ ഞാൻ മൊബൈലുമായി കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യമായി പ്രിൻ്റർ ഓൺ ചെയ്യുക. ശേഷം പ്രിൻ്ററിലെ വയർലെസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു നീല ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പ്രിൻ്ററിൻ്റെ വൈഫൈ ഓണായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശേഷം മൊബൈലിൽ വൈഫൈ സെർച്ച് ചെയ്യുക. പ്രിൻ്ററിൻ്റെ നമ്പർ നമുക്കവിടെ വൈഫൈ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ശേഷം അതിന് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമുക്ക് HP-യുടെ ഡിഫോൾട്ട് പാസ്വേഡായ 1 മുതൽ 8 വരെയുള്ള നമ്പറുകൾ കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ പ്രിൻ്റർ മൊബൈലുമായി കണക്റ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെയും ആവശ്യമില്ല. പലരുടെയും തെറ്റായ ധാരണയാണ് മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട് എന്നത്. iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഉള്ള ഒരു ഡിവൈസ് വൈഫൈ വഴി കണക്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ പാസ്വേഡ് 1 മുതൽ 8 വരെയുള്ള നമ്പർ കൊടുത്തു. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കണക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് നോ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശേഷം നമ്മളത് കണക്റ്റ് ചെയ്തതിന് ശേഷം അതിൽ ചോദിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല, ഇത് കണക്റ്റ് ചെയ്യണമെന്ന്. ഒന്നുകൂടി നമ്മൾ കണക്റ്റ് കൊടുക്കുക. ഇപ്പോൾ മൊബൈലുമായി ഈ പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ഏത് ഫയലാണോ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ കാണും. പ്രിൻ്റ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൽ മുകളിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്നും ഏത് പ്രിൻ്ററാണോ നമ്മൾ കണക്റ്റ് വൈഫൈ വഴി ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ഈ പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് ആണ് കാണുന്നത്. ഇത് നമുക്ക് എത്ര കോപ്പിയാണ് അല്ലെങ്കിൽ എത്ര പ്രിൻ്റാണ് വേണ്ടത് എന്ന് അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ പേപ്പറിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് പോലെയുള്ള പേപ്പർ സെറ്റിങ്സുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമുക്ക് മൊബൈലിലെ ആ ഒരു ഫയൽ പ്രിൻ്ററിൽ വഴി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ഇത് PDF ആണെങ്കിലും അത് JPG ആണെങ്കിലും എന്ത് ഫയലാണോ നമ്മൾ പ്രിൻ്റ് കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് ആയി ലഭിക്കും. ഈ പ്രിൻ്ററിൽ പ്രിൻ്റ് ഓപ്ഷൻ മാത്രമാണുള്ളത്. ഇതുപോലെ 3-in-1 പ്രിൻ്റർ മൊബൈലുമായി കണക്റ്റ് ചെയ്ത് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.